സ്ട്രെസ് വാക്ക് പാർട്ട് 3. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഐഡൻറ്റിറ്റി ഒന്നായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അറിയുന്ന ഐഡൻറ്റിറ്റി വേറെ ഒന്നായിരിക്കും. ഈ ഗ്യാപ്പ് അല്ല പ്രശ്നം. ഈ ഗ്യാപ്പ് നമ്മുടെ റിലേറ്റീവ്സും ഫാമിലിയും ഒക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന തോട്ടാണ് പ്രശ്നം. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റിയ ഈസി ഫിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഒന്നും അപ്ലോഡ് ചെയ്യാതൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഐഡി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ പുതിയ ഐഡൻറ്റിറ്റി കണ്ടാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന എല്ലാവരെയും പിടിച്ചങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിടാം. എന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക. കാരണം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ കോണ്ടന്റ്സ് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എത്തി അവരുടെ അക്സെപ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി ധൈര്യമാവും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് കണ്ടാലും നമുക്കൊരു വിഷയമായിരിക്കില്ല. കാരണം നമ്മൾ സ്വയം അക്സെപ്റ്റഡ് ആയി, ഓ ദിസ് ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ എല്ലാവരും ഒരു പുതിയ ഐഡിയ തുടങ്ങുക, റിലേറ്റീവ്സിനൊക്കെ ബ്ലോക്ക് ചെയ്തിടുക, എന്നിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ചോദ്യം ഉണ്ടാവും, നീ ഇത് ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാനീ സംസാരിക്കുന്ന ഈ ഐ ഡി അങ്ങനെ ബ്ലോക്ക് ചെയ്തുണ്ടാക്കിയൊരു ഐഡിയ ആണ്. സോ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള 2-3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് പെർഫെക്ഷനിസവും ബേൺ ഔട്ടും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. സോ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് യു സ്ട്രേഞ്ചർ ഈസ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആൻഡ് യു മാറ്റർ എ ലോട്ട് ടു മീ. താങ്ക് യു.